എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ യുവതലമുറകൾക്കിടയിൽ കൂടി വരുന്ന ഒരു ഗൗരവമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ്. കഞ്ചാവിൻ്റെ ഉപയോഗം സാധാരണമാക്കുകയും അതിനെ തെറ്റായ രീതിയിൽ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഒരു തമാശയായിട്ട്, ഒരു ഫാഷനായിട്ട്, ചില്ലായിട്ടും കൂളായിട്ടും ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള എക്സൈസ് വകുപ്പ് നടത്തിയിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് കൗമാരക്കാർക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ 82% പേരും കഞ്ചാവാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഇത് എത്രത്തോളം വ്യാപകമായിരിക്കുന്നുവെന്ന് ഈ റിപ്പോർട്ട് കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ കഞ്ചാവിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഇതിൻ്റെ ചരിത്രം, ശാസ്ത്രീയമായിട്ടുള്ള വശം, ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങൾ, പ്രചാരണത്തിലുള്ള തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കാം. എന്താണ് കഞ്ചാവിൻ്റെ ചരിത്രം? പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ഇതിന് വലിയ ബന്ധങ്ങളാണുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. അതായത് കഞ്ചാവ് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒന്നല്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഇതിനുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പുരാതന കാലഘട്ടം മുതലേ പല ആവശ്യങ്ങൾക്കായിട്ട്, അതായത് വസ്ത്രം, മരുന്ന്, ആചാരങ്ങൾക്കൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയിലാണെങ്കിൽ ഭാങ് എന്ന രൂപത്തിൽ ഇത് പുരാതന കാലം മുതലേ നിലവിലുണ്ട്. നമ്മുടെ വേദങ്ങളിൽ പോലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. വേദകാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അതായത് മഹാഭാരത യുദ്ധം നടന്ന കാലം, ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും കൗരവരും പാണ്ഡവരും ഒക്കെ ഉണ്ടായിരുന്ന കാലം അല്ലേ. അതുപോലെ ശിവനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു വേദങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള കാലം. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കഞ്ചാവിൻ്റെ ഉപയോഗം ഇന്ത്യയിലുള്ളതായിട്ട് ഈ വേദങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോളി, മഹാശിവരാത്രി തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഭാങ് ഉപയോഗിക്കുന്ന ഒരു പതിവ് ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ശിവരാത്രിയുടെ ആ ഒരു രാത്രി വലിയ ആഘോഷം നടക്കുമല്ലോ, അവിടെ ഭാങ്ങാണ് പ്രധാനമായിട്ടും കലക്കിയിട്ട് എല്ലാവർക്കും ഒരു പ്രസാദം പോലെ അവിടെ കൊടുക്കുന്നത്. ശിവനുമായിട്ട് ഇത് ബന്ധമുള്ളതാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ സാധുക്കൾ, നാഗസന്യാസിമാരുണ്ടല്ലോ, ധ്യാനത്തിനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി കേരളത്തിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഒരു കാലത്ത് ലോക പ്രശസ്തമായിരുന്ന, ആ വാക്കൊന്ന് കേൾക്കുക, ലോകപ്രശസ്തമായിരുന്ന ഇടുക്കി ഗോൾഡ് എന്ന കഞ്ചാവിനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയും തന്നെ ഉണ്ടല്ലേ. ഇതിനെ ലോക്കലായിട്ട് നീലച്ചടയൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇത് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കഞ്ചാവായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കഞ്ചാവ് ഉപയോഗത്തിന് ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടെന്ന് കാണിക്കുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ചരിത്രപരമായ ഉപയോഗം ഇന്നത്തെ ലഹരി ഉപയോഗം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഔഷധപരമായോ വളരെ ചെറിയ അളവിലോ അല്ലെങ്കിൽ ചില ആചാരങ്ങളുടെയോ ഭാഗമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സ്ഥിരമായി അതും വലിയ അളവിൽ ലഹരിക്കായി ഉപയോഗിക്കുന്ന ഒരു രീതി അന്ന് വളരെ കുറവായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വേദങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ്, ഭാങ്ങായിട്ട് കൊടുക്കുന്ന ഒരു രീതിയെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയാണെങ്കിലൊക്കെ തന്നെ നമുക്ക് ഭാങ് ഷോപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാതെ ഇന്നത്തെ കാണുന്ന പോലെ തന്നെ മറ്റേ ജോയിൻ്റ് ആയിട്ട് കൊടുക്കുന്ന കടകളല്ല നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, പുരാണ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ പുകവലിക്കുന്ന രീതി, പ്രത്യേകിച്ച് മറ്റേ സിഗരറ്റിൻ്റെ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള അതുമായിട്ട് മിക്സ് ചെയ്ത് വലിക്കുന്ന രീതി തീരെ കുറവായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ കഞ്ചാവിന് ഒരു സാംസ്കാരികപരമായിട്ടുള്ള പാരമ്പര്യം ഉണ്ടെങ്കിലും അത് ഇന്നത്തെ ദുരുപയോഗത്തെ ന്യായീകരിക്കുന്നില്ല. കഞ്ചാവ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതിലും ലഹരിയായിട്ട് ഉപയോഗിക്കുന്നതിലും ഒരു വലിയ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ പലരും പറയുന്നേക്കാം കഞ്ചാവ് മരുന്നാണ്, പ്രകൃതിദത്തമാണ്, ദോഷമില്ല എന്നൊക്കെയല്ലേ. തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവർക്ക് അറിയാത്ത കൊണ്ട് പറയുന്നതാണ്. കഞ്ചാവിന് ഔഷധപരമായിട്ടുള്ള ഉപയോഗങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് ശരിയാണ്, വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കഞ്ചാവിലെ ചില ഘടകങ്ങൾ, പ്രത്യേകിച്ച് CBD, കന്നാബിഡയോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് ചില രോഗങ്ങളെ, ഉദാഹരണം ഇപ്പോൾ അപസ്മാരം അല്ലെങ്കിൽ ക്യാൻസർ രോഗികളിൽ ഉണ്ടാകുന്ന ഓക്കാനം, ഇതിനെയൊക്കെ സഹായിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളിൽ ഈ CBDയുടെ സംഭവങ്ങൾ ചേർക്കാറുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള അളവിലും രൂപത്തിൽ, ഒന്നെങ്കിൽ ഓയിലായിട്ടാകാം അല്ലെങ്കിൽ ഗുളികകളായിട്ടാകാം, അങ്ങനെയുള്ള മരുന്നുകളായിട്ടാണ് നൽകുന്നത്. ഇതിൽ ലഹരി ഉണ്ടാക്കുന്ന THC എന്ന് പറയുന്നതുണ്ട്, ടെട്രാഹൈഡ്രോ കന്നാബിനോൾ. ഇതിൻ്റെ അളവ് വളരെ കുറവോ നിയന്ത്രിതമോ ആയിരിക്കും. അതായത് കഞ്ചാവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്, ഒന്ന് CBD ആണ്, കന്നാബിഡയോളും, രണ്ടാമത്തത് THC, ടെട്രാഹൈഡ്രോ കന്നാബിനോളും. ഈ THC ആണ് ഇതിൽ ലഹരിക്ക് കാരണമാകുന്നത്. അപ്പോൾ കഞ്ചാവ് മരുന്നാന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. കഞ്ചാവിൻ്റെ അകത്തുള്ള ചില ഘടകങ്ങൾ മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നതല്ലേ ഒന്നുകൂടെ കറക്റ്റ്. പക്ഷേ ഇനി ലഹരിയിലേക്ക് വരുവാണെങ്കിൽ, ലഹരിക്കായി കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോയിൻ്റ് ആയിട്ട് വലിക്കുമ്പോൾ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ലഹരിയാണ്. ഇതിനായിട്ട് ഉയർന്ന അളവിലുള്ള THC ആണ് ശരീരത്തിലെത്തുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ലഹരിക്കായിട്ട് വലിക്കുമ്പോൾ ആ ഒരു കിക്കാണല്ലേ. അപ്പോൾ നമ്മൾ കഞ്ചാവിന് പരമാവധി അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടോ, അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവല്ലേ, ഭയങ്കര THCയുടെ അളവൊക്കെ വലിയ കൂടുതലായിരിക്കും, അതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് വലിച്ചു കയറ്റുന്നത്. ഇവിടെ അളവിനോ ഗുണത്തിനോ യാതൊരുവിധ നിയന്ത്രണവുമില്ല. വെറും പുക ശ്വസിക്കുന്നത് തന്നെ ദോഷകരമാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ മറ്റേ
സിഗരറ്റിൻ്റെ ആ ഒരു സാധനമൊക്കെ ഇട്ടിട്ടാണ് വലിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന കഞ്ചാവും ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്ന കഞ്ചാവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഔഷധം എന്നുള്ളത് കഞ്ചാവില പറിച്ച് തിന്നുന്നതല്ല ഔഷധം. അതിൽ നിന്ന് കെമിക്കലി എക്സ്ട്രാക്ട് ചെയ്യുന്ന ചില സാധനങ്ങൾ, അല്ലെങ്കിൽ അത് വെച്ച് മറ്റു മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അത് ഔഷധമായിട്ട് മാറുന്നത്. അത് കത്തിച്ച് വലിച്ചാൽ ഒരിക്കലും ഔഷധമല്ല, മറിച്ച് ഭൗഷത്ത്, ദോഷം മാത്രമാണ്. കഞ്ചാവിലുള്ള ഈ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ലഹരി പിടിച്ച് വെറുതെ വലിച്ചു കയറ്റിയാൽ ലഭിക്കില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കഞ്ചാവ് തലച്ചോറിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? കഞ്ചാവിലെ പ്രധാന ലഹരി ഘടകമായിട്ടുള്ള THC അഥവാ ടെട്രാ ഹൈഡ്രോ കന്നാബിനോൾ നമ്മുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇത് തലച്ചോറിലെ ആശയവിനിമയ സംവിധാനത്തെ തൽക്കാലമായിട്ട് മൊത്തത്തിൽ അവന് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുകയാണ്. അതായത് THC നേരിട്ട് ആക്രമിക്കുന്നത് ഈ തലച്ചോറിനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സന്തോഷവും ലഹരിയും നൽകുന്ന ഡോപ്പമിൻ പോലുള്ള രാസവസ്തുക്കളെ THC പുറത്ത് വിടിയിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നില്ല. ചിലവർക്ക് കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ. അതുപോലെ തന്നെ ഭയങ്കര അയഞ്ഞ അവസ്ഥ, അതായത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്, നമ്മളുടെ മനസ്സൊക്കെ ഭയങ്കര ഫ്രീ ആണ് എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുമല്ലേ. അതിൻ്റെ കാരണം എന്നുള്ളത് ഇതാണ്. എന്നാൽ ഇതോടൊപ്പം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് സന്തോഷം വരുന്നൊരവസ്ഥയല്ലേ, കുറച്ച് കഴിഞ്ഞാൽ, അതായത് കിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറുന്നില്ല എന്നല്ലേ. ഒരിക്കലുമല്ല. ഈ THC നമ്മളുടെ ബ്രെയിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ഓർമ്മ, ഏകോപനം, അതുപോലെ തന്നെ ഏകോപനം എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ചെയ്യാനുള്ള ഒരു കഴിവാണ്, അതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, തീരുമാനമെടുക്കൽ തുടങ്ങിയ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. ഓർമ്മക്കുറവ് സംഭവിക്കുക, പ്രതികരണശേഷി കുറയുക, സമയത്തെക്കുറിച്ചുള്ള ബോധം മൊത്തത്തിൽ മാറുക തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടാക്കാം. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച ഏകദേശം 20 മുതൽ 25 വയസ്സ് വരെ തുടരുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. അപ്പോൾ കൗമാരപ്രായത്തിലും ഈ വളർച്ചയുടെ നിർണായക സമയത്തും സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നത് തലച്ചോറിൻ്റെ വികാസത്തെ ദോഷമായിട്ട് തന്നെ ബാധിക്കാം. പഠനങ്ങൾ പറയുന്നത് ചെറുപ്പത്തിൽ കഞ്ചാവ് ഉപയോഗം തുടങ്ങിയവരിൽ ഓർമ്മശക്തി, പഠിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധിശക്തി, വേണമെങ്കിൽ അതിനെ IQ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമല്ലേ, എന്നിവയെ ഇത് ദീർഘകാലത്തേക്ക് ബാധിക്കാമെന്നുള്ളതാണ്. ചില പഠനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ IQ കുറഞ്ഞതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൊത്തത്തിൽ IQ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ബുദ്ധിശക്തി എന്ന് വിശേഷിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, അതിനെയൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റലിജൻസ്, ബുദ്ധിയുടെ ഒരു അളവായിട്ടാണ് IQ-നെ പറയുന്നത് അല്ലേ. അത് പെർമനൻ്റ്ലി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് കഞ്ചാവ് എന്നുള്ളത് ഒരു ഹാംലെസ്, അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു ഡ്രഗാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് പോവുക, അവിടെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് സംസാരിക്കുക. അപ്പോൾ അവരാണല്ലോ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ കണ്ടിട്ടുള്ളതല്ലേ. പലരും കഞ്ചാവ് മാത്രം ഉപയോഗിച്ച് യാതൊരുവിധ ബോധവുമില്ലാതെ ബുദ്ധിയൊക്കെ നശിച്ച് ഒരു മാനസിക പ്രശ്നമുള്ളവരെ പോലെ ആയി മാറിയ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ഇന്നത്തെ കഞ്ചാവ് പഴയതിനേക്കാൾ വീര്യമുള്ളതാണ്. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അന്നുണ്ടായിരുന്ന ചെടിയല്ലേ ഇന്നുള്ളത്. അപ്പോൾ അന്നത്തെ മാങ്ങയ്ക്ക് ഇന്നത്തെ മാങ്ങയേക്കാൾ മധുരം കൂടുതലാണ് കുറവാന്നൊക്കെ പറയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്. ഒരിക്കലുമല്ല. ഇതുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 1970-കളിലൊക്കെ നിങ്ങളുടെ അപ്പൂപ്പന്മാർ ഉപയോഗിച്ച കഞ്ചാവിൽ THC അഥവാ ടെട്രാ ഹൈഡ്രോ കന്നാബിനോളിൻ്റെ അളവ് 1% മുതൽ 4% വരെ ആയിരുന്നുവെങ്കിൽ ഇന്നത് 15 മുതൽ 20% വരെയായി. അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ചില പുതിയ ഇനങ്ങളിലും രൂപങ്ങളിലും കാണപ്പെടുന്നത്. ഇത് 30% മുതൽ 40% വരെ ആകാം. നിങ്ങൾ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാകുമല്ലേ. ഹൈബ്രിഡ് പ്രധാനമായിട്ടും വരുന്നത് തായ്ലാൻഡിൽ നിന്നാണ്. അതായത് ലഹരിയുടെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് തലച്ചോറിലേക്കുള്ള സ്വാധീനവും ദോഷവശങ്ങളും വർദ്ധിപ്പിക്കുന്നു. ഇന്നത്തെ കഞ്ചാവ് 50 വർഷം മുമ്പുള്ള കഞ്ചാവിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതേ നിങ്ങൾ മനസ്സിലാക്കുക, പണ്ടുള്ളവർ കഞ്ചാവ് വലിക്കുമ്പോൾ അവരുടെ തലയിലേക്ക് ചെല്ലുന്ന ലഹരി എന്ന് പറയുന്നത് 1% മുതൽ 4% വരെയാണെങ്കിൽ നമ്മളിന്ന് ഹൈബ്രിഡ് പോലുള്ള കഞ്ചാവ് വലിക്കുമ്പോൾ 30% മുതൽ 40% വരെയുള്ള ലഹരിയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ചില പ്രായം ചെന്നവർ, മൂപ്പിലാന്മാർ പറയും, ഞങ്ങൾ പണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ എപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ നടക്കുന്നില്ലേ. അങ്ങനെ പറയുമ്പോൾ ഓർക്കുക, അവർ വീര്യം കുറഞ്ഞ കഞ്ചാവാണ് ഉപയോഗിച്ചിരുന്നത്. അതും ഇന്നത്തെ പോലെയല്ല, വല്ലപ്പോഴൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. നമ്മളെപ്പോലെ മറ്റേ സിഗരറ്റിൻ്റെ സാധനവും ലഹരിയും എല്ലാം കൂടെ കുത്തിക്കയറ്റിയുമല്ല ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അവർ വലിക്കുന്ന രീതികൾ വേറെതാണ്. അത് വീര്യം കുറഞ്ഞ കഞ്ചാവാണ്. നമ്മളിന്ന് വലിക്കുന്ന എന്ത് കഞ്ചാവാണ്? ഹൈബ്രിഡ് കഞ്ചാവും. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ടും പറയാൻ വിട്ടുപോയി, അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് ഈ സാധാരണ ലോക്കൽ കഞ്ചാവ് ഉണ്ടല്ലോ, അതിൻ്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് എലിവിഷം പോലുള്ള സാധനങ്ങൾ അടിക്കും. ലോക്കൽ മാർക്കറ്റിൽ ഇതിനെ റാറ്റ് എന്നാണ് പറയുക. അപ്പോൾ അത് മനസ്സിലാക്കുക.
കഞ്ചാവിൻ്റെ വീര്യം കൂട്ടാനായിട്ട് അതിലടിക്കുന്നത് എലിവിഷം പോലെയുള്ള മാരകമായിട്ടുള്ള വിഷങ്ങളാണ്. അതടിച്ചുള്ള സാധനങ്ങളാണ് നമ്മുടെ കൈകളിലേക്ക് പലപ്പോഴും എത്തുക. അതാണ് നമ്മൾ ലഹരിക്ക് വേണ്ടി വലിച്ചു കയറ്റുന്നതെന്നും കൂടി ഓർക്കുക. ഇനി നമുക്ക് കഞ്ചാവ് ഉണ്ടാക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങളും അതിൻ്റെ അപകടങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാം. സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നത്. ഇതുണ്ടാക്കുന്ന ദോഷങ്ങളും പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ തുറന്ന് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്, മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ നിങ്ങളൊരു മാനസിക രോഗിയായി മാറുമെന്നുള്ളത്. നമ്മൾ പറയാറുണ്ട് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളിയാകുമെന്നല്ലേ, ഒരു ലോക്കൽ സ്ലാങ് ആണ്. അപ്പോൾ ജീവിതകാലം മൊത്തം അങ്ങനെ കിളിയായി പോകുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ മനോനില തെറ്റുകയാണ്. അങ്ങനെ കിളിയായി ചില്ലായിട്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരിലും അങ്ങനെയല്ല, മറിച്ച് വലിയ ഡിപ്രഷനിലേക്കും വിഷാദത്തിലേക്കും ആങ്സൈറ്റിയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കിയേ. ഇത് തന്നെയാണ് കഞ്ചാവ് ഉപയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അപകടം. ഉയർന്ന അളവിലുള്ള കഞ്ചാവ് ഉപയോഗം ചിലവരിൽ താൽക്കാലികമായിട്ടുള്ള പേടി, അമിതമായ ആശങ്ക, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, അതായത് ഹലൂസിനേഷൻസ് എന്ന് പറയുമല്ലേ, എന്നിവയൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ അതിനേക്കാൾ ഗൗരവമായിട്ടുള്ളൊരു കാര്യം എന്തെന്നാൽ സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, പ്രത്യേകിച്ച് ചെറുപ്പത്തിലേ തുടങ്ങുന്നവർ, ഇവരിൽ കാര്യമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ സൈക്കോസിസ്, സ്കീസോഫ്രീനിയ പോലുള്ള മാരക രോഗങ്ങളൊക്കെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. അതായത് ദിവസവും ശക്തമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ മാനസിക രോഗം വരാനുള്ള സാധ്യത സാധാരണക്കാരേക്കാൾ പല മടങ്ങ് കൂടുതലാണെന്നുള്ളതാണ്. പാരമ്പര്യമായി മാനസിക പ്രശ്നങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളവരിലോ ചെറുപ്പത്തിൽ ഉപയോഗം തുടങ്ങിയവരിലോ ഈ അപകടം കൂടും. വിഷാദം, അതായത് ഡിപ്രഷൻ, ഉത്കണ്ഠ, ആങ്സൈറ്റി എന്നിവയും കഞ്ചാവ് ഉപയോഗം മൂലം വഷളാകാം. കേരളത്തിലെ കൗമാരക്കാർക്കിടയിൽ നടത്തിയ സർവേയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ വിഷാദം, ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. 2, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കുറയുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വലിയൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതായത് ദീർഘകാലത്തെ സ്ഥിര ഉപയോഗം ഓർമ്മശക്തിയെയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവിനെയും കാര്യമായിട്ട് ബാധിക്കാം. പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുക, ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയൊക്കെ കഞ്ചാവ് ഉപയോഗത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പറയുന്ന വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ, ഞാൻ പറയുന്നത് വല്ലപ്പോഴും കഞ്ചാവ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും, അങ്ങനെയല്ല, സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ അവരുടെ പെരുമാറ്റം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാകാം. അവർ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ചിരിച്ചു കളിച്ചാണ് നിൽക്കുന്നത്. ഇങ്ങനെ പല അവസ്ഥകളിലേക്കും പല മാനസികാവസ്ഥകളിലേക്കും അവർ തള്ളപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. ഒരുപാട് പഠനങ്ങൾ നമുക്ക് അവൈലബിൾ ആണല്ലോ, ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. 3, പ്രചോദനമില്ലായ്മയാണ്. അതായത് യാതൊരുവിധ ഉന്മേഷവുമില്ല, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല. സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ ജീവിതത്തിൽ പഠിക്കാനും ജോലി ചെയ്യാനും ലക്ഷ്യങ്ങൾ നേടാനും ഒക്കെയുള്ളൊരു താല്പര്യം കുറയുന്നതായിട്ട്, അതായത് അമോട്ടിവേഷണൽ സിൻഡ്രം എന്ന് പറയും, ഇത് കൂടുതലായിട്ടും കാണാറുണ്ട്. ഇത് അവരുടെ വിദ്യാഭ്യാസത്തെയും കരിയറിനെയും ഒക്കെ തന്നെ ബാധിക്കാം. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള വ്യക്തിയാണ്, നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു, നല്ല ഉയരങ്ങളിലെത്തേണ്ട വ്യക്തിയായിരുന്നു, പക്ഷേ ലഹരിയുടെ ഉപയോഗമാണ് അവനെ നശിപ്പിച്ചത് എന്നുള്ളതല്ലേ. ഇതെല്ലാം സത്യമാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. ഇനി 4മത്തെ കാര്യം പറയുവാണെങ്കിൽ അഡിക്ഷനാണ്. പലരും കരുതുന്ന പോലെ കഞ്ചാവിന് അഡിക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കഞ്ചാവിന് അഡിക്ഷൻ ഉണ്ടാകാം. ഉപയോഗിക്കുന്ന ഏകദേശം 10% പേർക്കെങ്കിലും ഈ അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൗമാരത്തിലെ ഉപയോഗം അല്ലെങ്കിൽ ചെറുപ്പകാലത്തിലെ ഉപയോഗം തുടങ്ങുന്നവരിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പലർക്കും ഒക്കെ തന്നെ ഇത് നിർത്താൻ ശ്രമിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ, അതായത് വിഡ്രോവൽ സിൻഡ്രോം നമ്മൾ പറയത്തില്ലേ, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ദേഷ്യം ഒക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്നുള്ളൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. അതായത് ഇത് എൻ്റെ കൺട്രോളിലാണ് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്, ഞാനിപ്പോൾ കഞ്ചാവ് വലിച്ചു 1 മാസത്തോളം വലിച്ചു, അത് കഴിഞ്ഞിട്ട് എനിക്ക് നിർത്തിക്കൂടെ, എന്താ പ്രശ്നമെന്നല്ലേ. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല. ഇതിന് ബയോളജിക്കലായിട്ട് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് സത്യം. 5, പുകവലിക്കുന്ന ഏത് വസ്തുവും നമ്മുടെ ശ്വാസകോശത്തിന് ദോഷകരമാണ്. ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നത്, കഞ്ചാവ് പുകയിലും വിഷാംശങ്ങളുണ്ട്. മാത്രമല്ല കഞ്ചാവ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് വലിക്കുന്നത് എങ്ങനെയാണ്, ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഫോമിലാണ്. നമ്മളുടെ സിഗരറ്റിൻ്റെ അകത്തുള്ള ആ പൊടികളും കൂട്ടിത്തിരുമിയിട്ട് മറ്റേ OCB പേപ്പറിൽ ഇട്ടിട്ടാണ് നമ്മൾ കഞ്ചാവ് വലിക്കുന്നതല്ലേ. അപ്പോൾ ഇത് വിട്ടുമാറാത്ത ചുമ്മാ ശ്വാസം മുട്ടൽ, മറ്റ് COPD ഡിസീസസ് അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ്, നമ്മളുടെ ശ്വാസ പ്രക്രിയകളെ ബാധിക്കുന്ന, നമ്മുടെ ശ്വാസനാളത്തെയോ അതിൻ്റെ കുഴലുകളെയോ ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് പൊതുവെ COPD എന്ന് പറയുന്നത്. അതുപോലെ ബ്ലഡ് പ്രഷർ കൂട്ടാം, ഇങ്ങനെയുള്ള ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ മാനസിക പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഇനി 6മത്തെ കാര്യം പറയുവാണെങ്കിൽ സാമൂഹ്യവും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്ഥിരമായിട്ടുള്ള കഞ്ചാവ് ഉപയോഗം കുടുംബങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒറ്റപ്പെടാനും ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാനും സാധ്യതയുണ്ട്.
ശരിയാണ്, ലഹരി അടിക്കുന്നവൻ കൂടുതലായിട്ട് എപ്പോഴും കമ്പനി കൂടുന്നത് ലഹരി ഗ്യാങ്ങിൻ്റെ കൂടെ തന്നെയായിരിക്കും. അപ്പോൾ മുമ്പ് ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നു പോകാൻ ഇത് കാരണമാകാം. നിങ്ങൾ യാത്രകളെ പ്രണയിച്ചവരായിരിക്കാം, നിങ്ങൾ കുടുംബത്തെ അത്രത്തോളം സ്നേഹിച്ചവരായിരിക്കാം, കുടുംബവുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം, സുഹൃത്തുക്കളുമായിട്ട് അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രിയമായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് കാണില്ല. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ആസ്വാദനം എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറ് അങ്ങനെ മാറും, കഞ്ചാവ് അതിനെ മാറ്റും. ഇതാണ് ഏറ്റവും വലിയ ആസ്വാദനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അടുത്ത ഏറ്റവും വലിയ ദോഷവശം കൂടെയുണ്ട്. മറ്റൊന്നുമല്ല, ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ക്രൈംസാണ്. അതായത് ലഹരി ഉപയോഗിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാതെ മനോനില തെറ്റിയിട്ട് സ്വന്തം അമ്മ അനിയനെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വളരെ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മറ്റുള്ളവർക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എത്രത്തോളം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച ശേഷം എന്തിനു പറയും, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകൾ, അമ്മയെ വെട്ടിക്കുന്ന കേസുകൾ പറയാൻ സാധിക്കുമല്ലേ. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്, അക്രമവാസന എന്നുള്ളത്. ബാക്കിയൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. നിങ്ങൾ മുറിയിൽ നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നശിക്കുന്നത്. നിയമവിരുദ്ധമാണ്, ചെയ്യരുത്. പക്ഷേ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ വലിയ ത്രെട്ടായിട്ട് മാറിയേക്കാം. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്വബോധ മനസ്സല്ല, മറിച്ച് കഞ്ചാവാണ് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെ പറ്റി സംസാരിക്കാം. ആ ഒരു മിത്തുകളെയൊക്കെ ഒന്ന് ഡീബങ്ക് ചെയ്യാം. ഒന്നാമത്തെ ഏറ്റവും വലിയ മിഥ്യാധാരണ എന്തെന്നാണ്, കഞ്ചാവ് പ്രകൃതിയിൽ നിന്നല്ലേ വരുന്നത്, അത് പ്രകൃതിദത്തമല്ലേ, അതുകൊണ്ട് അത് സുരക്ഷിതമാണെന്നുള്ളതാണ്. ഈ പ്രകൃതിയിൽ നിന്നുള്ള സാധനമെല്ലാം സുരക്ഷിതമാണോ? അല്ല. നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരുപാട് വിഷമുള്ള ചെടികളും മരങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയല്ലേ, സുരക്ഷിതമാണോ? അല്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാങ്ങ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, ഒതളങ്ങ എന്ന് പറയും അല്ലേ. ഈ ഒതളങ്ങ എന്ന് പറയുന്നത് പണ്ട് പലരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഇനി വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഒരു സാധനമാണ് ഉമ്മത്ത്. ആയുർവേദത്തിലൊക്കെ ഉമ്മത്തിൻ്റെ ചില സാധനങ്ങളൊക്കെ മരുന്നിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതേ ഉമ്മത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ലഹരിയായിട്ടുള്ള ഡറ്റ്യൂർ ഉപയോഗിക്കുന്നത്. ഉമ്മത്തൊക്കെ വെറുതെ എടുത്ത് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ മരിച്ചു പോകാൻ വരെ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു സാധനം പ്രകൃതിദത്തമാണോ, അതായത് ഒരു ചെടിയിലോ മരത്തിലോ ഉണ്ടാകുന്നു എന്നുള്ളതല്ല കാര്യം. അത് നമ്മളുടെ ശരീരത്തിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കുന്നു, നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സുരക്ഷിതത്വം നിർണ്ണയിക്കുന്നത്. 2, ഇത് മരുന്നാണ്, രോഗം മാറും, ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത് എന്നുള്ളതാണ്. ഈ ചൊറിഞ്ഞണം എന്ന് പറയുന്ന സാധനം പണ്ട് ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ചൊറിഞ്ഞണത്തിൻ്റെ ഇലയെടുത്ത് നിങ്ങൾ അരച്ച് തിന്നുമോ? ഇല്ല. നാക്കൊക്കെ ചൊറിഞ്ഞ് പൊട്ടിയാകെ പ്രശ്നമാകുമല്ലേ. ഇത് തന്നെയാണ് ഇവിടെ കഞ്ചാവിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. കഞ്ചാവിലെ ചില ഘടകങ്ങൾ മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി എടുക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പുകച്ച് വലിക്കുമ്പോഴല്ല നിങ്ങൾക്ക് ആ ഒരു ഔഷധ ഗുണം കിട്ടുന്നത്. ഇത് വലിക്കുന്നതിലൂടെ ഔഷധ ഗുണത്തിൻ്റെ 1% പോലും, അല്ലെങ്കിൽ 0.1% പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മറിച്ച് വളരെ ദോഷകരമായിട്ടുള്ള ലഹരി മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. 3, ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഞാനിതിന് അടിമപ്പെടാനൊന്നും പോകുന്നൊന്നുമില്ല, എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ളതല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനടിമപ്പെട്ട എല്ലാവരും തന്നെ തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ പതിയെ സംഭവിക്കുന്ന ഒന്നാണ്. ആദ്യം ഒന്നേന്നായിരിക്കും തുടങ്ങുന്നത്, പിന്നെ പതുക്കെ പതുക്കെ കൂടിപ്പോവും. അവസാനം ഇതില്ലാത്തൊരവസ്ഥ നമുക്ക് പറ്റാതെയാകും. ഇത് കൂടിയേ തീരൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാനസിക രോഗം വരാം, നമുക്ക് മാനസിക രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റൂ, ഇല്ല, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്നൊക്കെ ഉള്ളത് വേറെ ഒരു സംഭവം തന്നെയാണ്. ഇത് വലിച്ച് വലിച്ച് ആ ബ്രെയിൻ പതുക്കെ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെ ഇതിന് അഡിക്ഷൻ ആക്കിയിട്ട് നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോകും. അതായത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുമെന്ന അമിത ആത്മവിശ്വാസമുണ്ടല്ലോ, അത് തീർത്തും അപകടകരമായിട്ടുള്ള ഒന്നാണ്. അടുത്തത് പലരും പറയുന്നത്, കഞ്ചാവ് മദ്യത്തെക്കാളും സിഗരറ്റിനേക്കാളും സുരക്ഷിതമെന്നുള്ളതാണ്. മദ്യവും സിഗരറ്റും അപകടമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിയമപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ അപകടമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. കഞ്ചാവ് അതുപോലെ തന്നെയാണ്. കഞ്ചാവ് വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നുള്ള, അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ ഒരു മാനസിക രോഗിയാക്കാം എന്നുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യം പറയുന്നത്? ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കഞ്ചാവ് സിഗരറ്റിനേക്കാളും മദ്യത്തെക്കാളും സുരക്ഷിതമാണെന്നുള്ള കാര്യം അല്ല. നിങ്ങളെ വലിയ മാനസിക പ്രശ്നത്തിലേക്കും അതുപോലെ തന്നെ നിങ്ങളെ വലിയ അക്രമകാരിയാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു പക്ഷേ ഒന്നാലോചിച്ച് നോക്ക്, നിങ്ങൾ കഞ്ചാവിന് അടിമപ്പെട്ട് ബോധമില്ലാതെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഒരു സാധനത്തെയാണ് നിങ്ങൾ മദ്യത്തെക്കാളും സിഗരറ്റിനേക്കാളും സുരക്ഷിതമെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നത്. അടുത്തത്, എല്ലാവരും ഇത് ഉപയോഗിക്കുന്നില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണാറുണ്ടല്ലോ, ഇതൊരു ഫാഷനാണ് ഇപ്പോൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ പലപ്പോഴും യഥാർത്ഥ ചിത്രമല്ല. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ അതിലെ നായകൻ കഞ്ചാവ് വലിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ ആയിട്ട് കാണിക്കുമല്ലേ. ഇവരാരും കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു പബ്ലിക് ഷോയിൽ പറയുന്നുണ്ടായിരുന്നു, മാർക്കോയിൽ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും ഞാൻ ഇന്നേ വരെ ഒരു സിഗരറ്റോ ഒന്നും തൊട്ടിട്ടില്ല, അത്
ക്യാരക്ടറാണ് ചെയ്തത്, അല്ല ഞാനല്ല. ഒരിക്കലും അത് നോക്കി ചെയ്യരുത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സിനിമയിലും മറ്റ് ഒരുപാട് സോഷ്യൽ മീഡിയയിലെ മറ്റ് വീഡിയോസിലും ഒക്കെ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. അവരൊന്നും ശരിക്കും ഉപയോഗിക്കുന്ന പോലും ഇല്ലായിരിക്കും. പക്ഷേ നമ്മളത് കണ്ടിട്ട് ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് അവിടെ മണ്ടന്മാരാകുന്നത്? നമ്മളാണ്. അതുപോലെ മറ്റ് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ സ്വാധീനം ഒരു പ്രധാനപ്പെട്ട കാരണമാണെങ്കിലും ശരിയായിട്ടുള്ള തീരുമാനം സ്വന്തമായിട്ട് എടുക്കുകയാണ് പ്രധാനം. ഫാഷനുകളും ഇതുപോലുള്ള ട്രെൻഡുകളും മാറി മാറി വരും. പക്ഷേ ലഹരി ഉണ്ടാക്കുന്ന ദോഷങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഈ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ കഞ്ചാവ് ഒരിക്കലും ഒരു നിസ്സാരക്കാരനല്ല. അതിൻ്റെ ഉപയോഗം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അറിവോടെയും വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടെയും വേണം നമ്മൾ തീരുമാനമെടുക്കാനായിട്ട്. അതുപോലെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നതിനെ നോക്കാതെ, ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇത് വലിക്കുന്നുണ്ടാകുമല്ലേ, അതിനെയൊന്നും നോക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ലതെന്ന് സ്വയം നമ്മൾ ചിന്തിക്കുക. ആ ഒരു നല്ല കാര്യം തീരുമാനിക്കുക, അത് തിരഞ്ഞെടുക്കുക. നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക, ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായം തേടാൻ ഒരു മടിയും വിചാരിക്കരുത്. കേരളത്തിലെ സർക്കാർ തലത്തിലും അതുപോലെ സ്വകാര്യ തലത്തിലും ഡി അഡിക്ഷൻ സെൻറ്ററുകളും കൗൺസിലിംഗ് സംവിധാനങ്ങളും ലഭ്യമാണ്. നിങ്ങൾ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, മാറ്റണമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ പോലീസിൽ പിടിച്ച് കൊടുക്കില്ല. അവർ നിങ്ങളെ ഈ ലഹരിയിൽ നിന്ന് വിമോചിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കയറി ചെല്ലാം. നിങ്ങൾക്ക് കാര്യം പറയാം. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒന്നും തന്നെ അവർ പുറത്തുവിടത്തില്ല. സഹായം തേടുന്നത് ഒരു കുറവല്ലൊരിക്കലും, മറിച്ച് വലിയൊരു ശക്തിയാണ്. കഞ്ചാവ് മാത്രമല്ല, നിങ്ങൾ മറ്റ് ലഹരികളുടെ പിടിയിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ലഹരി MDMA ഒക്കെ ആണല്ലോ അല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിർത്തണം, പക്ഷേ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തൊട്ടടുത്ത ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ടല്ലോ, നേരെ കയറി ചെല്ല്. അവരോട് കാര്യം പറ, അവർ നിങ്ങളെ സഹായിക്കും. അവരുടെ ജോലി എന്താണ്? അവരെന്തിനാണ് അങ്ങനെ ഒരു സ്ഥാപനം വെച്ച് അവിടെ ഇരിക്കുന്നത്? നമ്മളെ സഹായിക്കാനാണ്, ലഹരിക്ക് അടിമപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പോൾ ധൈര്യമായിട്ട് പോയിക്കോ. കേരളം എന്നുള്ളത് വിദ്യാഭ്യാസ സമ്പന്നവും പ്രബുദ്ധവുമായിട്ടുള്ളൊരു നാടാണ്. ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു നമ്മുടെ 100% ലിറ്ററസിയുടെ ഒരു റിഫ്ലക്ഷൻ അവിടെയും കാണിക്കണം. കഞ്ചാവിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രചാരണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അന്ധമായ ഭയമോ അന്ധമായ ആരാധനയല്ല വേണ്ടത്, മറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും കഞ്ചാവിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുകയോ അതിനെ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. അതായത് നമ്മളുടെ ജീവിതം എന്നുള്ളത് നമ്മളുടെ മാത്രം ജീവിതമാണ്. അതിന് എന്താണ് നല്ലതെന്ന് നോക്കിയിട്ട് അത് തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ഭാവിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു തരത്തിലും ഉള്ള കാര്യങ്ങളിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.